ഇന്നൊരു ഗീ പൊടി റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സ്വാദുള്ളൊരു ചോറാണ് കേട്ടോ ഇത്. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. മെയിനായിട്ട് നമുക്കൊരു പൊടിയാണ് ഇതിലേക്ക് ഉണ്ടാക്കേണ്ടത്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലേക്ക് സാലഡ് വേണം. കുക്കുംബറും ക്യാരറ്റും തക്കാളി ഉള്ളി എല്ലാം കൂടി ചേർത്തിട്ട് തൈരും മിക്സ് ചെയ്തിട്ടുള്ള സാലഡ് കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള ചോറ് വയ്ക്കുക. അധികം വെന്ത് പോകരുത് കേട്ടോ. പച്ചരിയോ അല്ലെങ്കിൽ ബസ്മതി റൈസോ എടുക്കാം. ഇനി പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് തുവരപ്പരിപ്പ് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് പകുതി റോസ്റ്റ് ആകുമ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ ജീരകം, കുറച്ച് കുരുമുളക്, 1/4 കപ്പ് പൊട്ടുകടല ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ വല്ലാതെ തീ കത്തിക്കണ്ട. പരിപ്പൊക്കെ ഒന്ന് ചുവന്ന കളർ ആവുന്നത് വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള ചുവന്ന മുളക് ചേർക്കുക, കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് റോസ്റ്റ് ചെയ്യാം. ഞാനൊരു 7-8 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യമുള്ളത്ര എടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആകുമ്പോൾ ഇതിനെ ഒന്ന് തണുപ്പിക്കാൻ വെച്ചിട്ട് തണുത്തിട്ട് അതിൽ കുറച്ച് കായം കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ വെളുത്തുള്ളി റോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ കുറച്ചൊരു 5-6 അല്ലി വെളുത്തുള്ളി ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തണുക്കാൻ വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ പൊടി. ഇതിപ്പോൾ അധികം ആവണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം കൊണ്ട് റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3 സ്പൂണ് നെയ്യ് ഒഴിച്ച്, നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്തിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു വലിയ ഉള്ളി അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഉള്ളി ഒന്ന് മൂപ്പായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പെടുക്കുമ്പോൾ ചോറിനും കൂടെ കണക്കാക്കിയിട്ട് നമ്മൾ ഉപ്പെടുക്കണം. ഞാനൊരു 3.5 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് തക്കാളിയിൽ നിന്ന് നന്നായിട്ട് വെന്ത് വരുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്കിനി നമ്മൾ ചോറ് ആഡ് ചെയ്യുക. ചോറ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടി. അതൊന്നൊരു നല്ല ഒരു വലിയ സ്പൂണിൽ തന്നെ ഞാനൊരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. ആ പൊടിയൊക്കെ നന്നായിട്ട് ചോറിൻ്റെ കൂടെ യോജിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിൽ പൊടി പോരാന്ന് തോന്നുകയാണ്, ഉപ്പ് അതുപോലെ നെയ്യ് എല്ലാം ഇനിയും വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അതിൽ ചേർക്കാം. ഇനി നല്ലൊരു മണം കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടിയും ഇട്ട് കൊടുത്താൽ ഗീ പൊടി റൈസ് റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ളൊരു റൈസാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ഇതുപോലുള്ളൊരു വെറൈറ്റി റൈസായിട്ട് വീണ്ടും വരാം.